ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും ഭഗവത്ഗീത പഠനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കണം. അർജുനൻ്റെ വിഷാദം ക്രമികമായി അത് പരിണമിച്ച് ഭഗവാനിൽ ഗുരുവിനെ ദർശിക്കാനുള്ള ഒരു ഘട്ടത്തിലെത്തി. തൻ്റെ പ്രശ്നത്തെ തിരിച്ചറിയാൻ അർജുനന് കഴിഞ്ഞു. ആ പ്രശ്നം ധർമ്മസമ്മൂഢ ചേതസ്സാണ്. എന്താണ് ധർമ്മം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അർജുനൻ്റെ മനസ്സ് ഒരു മാറിയിരിക്കുകയാണ്. എല്ലാം അറിയുന്ന വ്യക്തികൾക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എൻ്റെ കർമ്മം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇതിനേക്കാൾ ഭേദം വേറെ എന്തെങ്കിലുമാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി മനുഷ്യനുണ്ടായി വരാം. അർജുനൻ ദീർഘകാലമായി ഒരു യോദ്ധാവായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അർജുനൻ്റെ സ്വധർമ്മം ഒരു യോദ്ധാവിൻ്റേതാണ്. യോദ്ധാവിൻ്റെ സ്വധർമ്മത്തിൽ രജോ ഗുണം മുൻഗമിക്കുകയും സത്വഗുണം അതിന് തൊട്ട് പിൻഗമിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ സ്വധർമ്മം ക്ഷത്രിയൻ്റേതായിട്ട് മാറുന്നത്. ക്ഷത്രിയൻ എന്ന വാക്കിന് സോൾജിയർ എന്നർത്ഥം. ഒരു ആർമിമാനാണ് അദ്ദേഹം. അസ്ത്രവിദ്യാ പാരംഗതനാണ് അദ്ദേഹം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പോലും തൻ്റെ ധർമ്മത്തിൽ സംശയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹേതുവായിട്ടുള്ള ചില ഘടകങ്ങളിൽ അർജുനനിലുണ്ട്. അജ്ഞാനമാണ് ഒന്നാമത്തേത്. ആ അജ്ഞാനത്തിൽ ഞാൻ എന്നും എൻ്റേതെന്നുള്ള ഭാവങ്ങൾ ഏറെ മുഴച്ചു നിൽക്കും. എൻ്റെ ആളുകൾ എന്നുള്ള ചിന്ത, മമത ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. മമതയും അഹന്തയും വന്നു കഴിഞ്ഞാൽ പിന്നെ രാഗദ്വേഷങ്ങളുണ്ടാകും. ദ്വന്ദ്ങ്ങളുടെ ലോകത്താണ് പിന്നെ നമ്മൾ പ്രവർത്തിക്കുക. ഇഷ്ടാനിഷ്ടങ്ങൾ, രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടായി വരുന്നു. ചിലതിനോടൊക്കെ നമുക്ക് സംഘമുണ്ടാകുന്നു, അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നു. ചിലതിനോട് വിദ്വേഷം ഉണ്ടാകുന്നു. ഇതൊക്കെ അജ്ഞാനജന്യങ്ങളാണ്. അപ്പോൾ അർജുനന് അത്തരത്തിൽ ഒരു ധർമ്മസമ്മൂഢാവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതിന് ഹേതുവായത് കുരുക്ഷേത്രത്തിൽ അണിനിരന്നിരിക്കുന്ന സൈന്യത്തിൽ തനിക്കേറെ പ്രിയപ്പെട്ടവരായിട്ടുള്ള വ്യക്തികൾ നിലയുറച്ചിരിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് അർജുനന് ഈ ഭാവാന്തരം ഉണ്ടായത്. പക്ഷേ പിന്നീട് അർജുനൻ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ വിവേകത്തിന് എന്തോ ഒരു അപക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തേരാളിയായിരിക്കുന്ന വ്യക്തി വെറും തേരാളിയല്ല എന്നും അദ്ദേഹം ഭഗവാൻ തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ ഗുരുത്വത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് യാചിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന്. അങ്ങനെ അർജുനൻ ഭഗവാന് സമർപ്പിക്കുകയാണ് തന്നെ. കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ
ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ശാധിമാം എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചാലും ഞാൻ അങ്ങേക്ക് പ്രപന്നനായിരിക്കുന്നു, അങ്ങേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നാലും യത് ശ്രേയ, ഏതാണ് ശ്രേയസ്കരം എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തന്നാലും. ഏതാണ് ശ്രേയസ്കരം എന്ന് പറയുമ്പോൾ ഞാൻ യുദ്ധം തുടരണോ അതോ യുദ്ധക്കളത്തിൽ നിന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് ഭിക്ഷാന്തേഹിയായിട്ട് എവിടെയെങ്കിലും സമാധാനത്തോട് പോയിരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനുത്തരമായിട്ട് വളരെ മന്ദസ്മിതത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. മന്ദസ്മിതം എന്നത് ഏറെ സമാധാന ചിത്തം ഉള്ള ഒരു വ്യക്തിയുടെ ഭാവമാണ് മന്ദസ്മിതം. ഒരാളുടെ ഉള്ളിൽ സമാധാനം വിളങ്ങുമ്പോഴാണ് മുഖത്ത് അതിൻ്റെ പ്രസന്ന മധുരിമ വന്ന് നിറയുന്നത്. അർജുനൻ്റെ ഉള്ളിൽ വിഷാദമായിരുന്നു, അതുകൊണ്ട് കണ്ണുകൾ കലങ്ങിയിരിക്കുകയാണ്, മുഖം മ്ലാനമായിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് ഭഗവാന്റെ പ്രസന്നവദനം. അതിൽ പുഞ്ചിരിയുണ്ട്. അതിനർത്ഥം പരിഹാസമല്ല. ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടാകുന്നു. ജീവിതത്തിൻ്റെ സമസ്ത സ്വഭാവവും തനിക്ക് ഉള്ളറിയുന്നത് കൊണ്ടുള്ള ഒരു നിശ്ചയമാണ് ഭഗവാന്റെ മുഖത്തുണ്ടായിരുന്നത്. മരണം, ജനനം ഇതൊക്കെ പ്രപഞ്ചലീലകളിൽപ്പെട്ടതാണ്. അതിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് അർജുനൻ. ആ ലോകത്ത് തൻ്റേതെന്ന ഭാവം ശക്തമായിട്ട് അർജുനനെ പിടികൂടിയിരിക്കുകയാണ്. പിതാമഹനെയും ആചാര്യനെയും ഒക്കെ കണ്ടപ്പോൾ ഇവരുടെയൊക്കെ മരണാനന്തരം തൻ്റെ ജീവിതം നിരർത്ഥകമാണ് എന്നൊരു തോന്നൽ ഉളവാകുകയാണ് ചെയ്യുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ഒരു നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ മരണം സുനിശ്ചിതമാണ്. ധർമ്മം ജയിക്കണമെങ്കിൽ അധർമ്മത്തെ കീഴടക്കേണ്ടതുണ്ട്. അധർമ്മപക്ഷത്ത് നിലനിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം ഹാനി വരാൻ അധികം സമയം വേണ്ട എന്ന് അർജുനന് അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ അനിവാര്യമായ യുദ്ധമായിരുന്നു. ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിക്കാതിരുന്ന ഒരു യുദ്ധമല്ലത്. പരമാവധി ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് പാണ്ഡവപക്ഷത്ത് നിന്ന് യുധിഷ്ഠിരനും ഭഗവാനും ഒക്കെ നല്ലവണ്ണം ശ്രമിച്ചിരുന്നു. എന്നിട്ടും ഒഴിഞ്ഞു പോകാത്ത ആ യുദ്ധം അനിവാര്യമായതെന്ന് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു. അനിവാര്യം എന്ന വാക്കിന് അർത്ഥം ദൈവനിശ്ചിതമായിട്ടുള്ളതാണത്. നിയതിയുടെ നിശ്ചയമാണ് ആ യുദ്ധം. അത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അങ്ങനെയുണ്ട് ചിലതെല്ലാം ജീവിതത്തിൽ. എല്ലാ വശങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഒഴിവായി പോകാതെ ആ യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞത് എന്താണെന്നറിയാം അർജുനനോട്? അശോച്യാൻ അന്വശോച്യസ്ത്വം പ്രജ്ഞാവാദാൻ ച ഭാഷസേ ഗദാസൂൻ അഗദാസുൻ ച ന അനുശോചന്തി പണ്ഡിതാഹ. അറിവുള്ളവരൊരിക്കലും ജീവിച്ചിരിക്കുന്നവരിലും മരിച്ചിരിക്കുന്നവരിലും ഒരേപോലെ ദുഃഖിക്കുന്നവരല്ല. കാരണം മരണവും ജനനവും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ജനിച്ചവർ മരിക്കും, മരിച്ചവർ ജനിക്കും. ഇത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോച്യതുമർഹസി. ജനിച്ചവർ മരിക്കും, സ്വാഭാവികമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ, ജനിച്ചവന് മരണമുണ്ട്, മരിച്ചവർ ജനിക്കും. തസ്മാത് അപരിഹാര്യർത്ഥേ,
ഇതിൽ നീക്കുപോക്കുകളില്ലാത്തതാണിത്. അതിൽ നീ ദുഃഖിക്കുന്ന എന്തിനാണ്? അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചാക്രിക ഗതിയെക്കുറിച്ച് നല്ലവണ്ണം ബോധ്യമുള്ള ഭഗവാൻ സരസമായിട്ട് പുഞ്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രപഞ്ചലീലകളെക്കുറിച്ചുള്ള ആ രഹസ്യം അറിയാവുന്നതുകൊണ്ടാണ്. പ്രപഞ്ചലീലകളെക്കുറിച്ചുള്ള രഹസ്യം അറിയാവുന്ന ഒരു ജ്ഞാനിയും ഇതേ ചിരിച്ചിരിക്കും. മന്ദഹാസം, മരണവും ജനനവും തുല്യമായിട്ട് കാണുന്നവർ. പണ്ഡിതാഹന ശോചന്തി, പണ്ഡിതന്മാർ ശോചിക്കാറില്ല. എന്നാൽ നീ പണ്ഡിതനെ പോലെ സംസാരിച്ചിരിക്കുന്നു ഇത്ര നേരം. നിനക്ക് എല്ലാം അറിയാമെന്ന ഭാവമായിരുന്നു, പക്ഷേ നിനക്കൊന്നും അറിയില്ല എന്ന് നിന്റെ കണ്ണുനീര് തെളിയിക്കുന്നു. കലങ്ങി മറിഞ്ഞ കണ്ണുമായിട്ടാണ് നീ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. നീ വലിയ വലിയ വാക്കുകൾ പറയുകയായിരുന്നു ഇത്രയും നേരം. പക്ഷേ അതൊക്കെ നിന്റെ സ്മൃതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, നിന്റെ ജ്ഞാനത്തിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. നീ എപ്പോഴോ പഠിച്ച ചില ബോധ്യങ്ങളായിരുന്നത്. ആ ബോധ്യങ്ങളൊന്നും നിന്റെ ജീവിതത്തെ സഹായിച്ചിട്ടില്ല, ഇനി സഹായിക്കാൻ പോകുന്നുമില്ല. കാരണം നമ്മളൊക്കെ പലതും പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ആ പഠനവും അറിവും പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ ആ അറിവ് വ്യർത്ഥമാണ്. വ്യർത്ഥമായ അറിവുകൾ കൊണ്ട് മസ്തിഷ്കം നിറച്ച് ചുമന്ന് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അറിവ് ഒരിക്കലും പുറത്തു നിന്ന് അകത്തേക്ക് സമാർജിക്കേണ്ടതല്ല. ശരിയായ അറിവ് അകത്തു നിന്ന് പുറത്തേക്ക് പ്രകാശിക്കേണ്ടതാണ്. ആ അറിവ് ശാശ്വതമാണ്. ആ അറിവിനെ പര എന്നാണ് പറയുക. പുറത്തു നിന്ന് അകത്തേക്ക് കുത്തി നിറയ്ക്കുന്നതിനെ അപര എന്ന് പറയും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് ജ്ഞാനമാണ്, അത് പരായാണ്. അത് അകത്തു നിന്ന് പുറത്തേക്ക് പ്രകാശിക്കേണ്ടതാണ്, അത് ആത്മാവിൽ നിന്ന് വരേണ്ടതാണ്. അതുകൊണ്ട് നീ ദുഃഖിക്കുന്നത് നിനക്ക് ജീവിതത്തിൻ്റെ ആ ആഴം അറിയാത്തത് കൊണ്ടാണ്, ജീവിതത്തിൻ്റെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ്, തത്വം അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. മാത്രമല്ല, അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. ഇമേ ദേഹാഃ അന്തവന്തഃ, ഈ ദേഹം നാശമുള്ളതാണ്, അന്തവന്തമാണ്. ശരീരി എന്ന് പറയുന്നത് നിത്യമാണ്. നിത്യം മാത്രമല്ല, നാശമില്ലാത്തതാണ്, അപ്രമേയവുമാണ്. അപ്രമേയം എന്ന വാക്കിന് ഇന്ദ്രിയദ്വാര മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ കഴിയുന്നതല്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ കഴിയാത്തതും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളന്നറിയാൻ കഴിയാത്തതും നാശമില്ലാത്തതും നിത്യവുമായ ശരീരിയായ നീ ദേഹനാശത്തിൽ എന്തിനാണ് ദുഃഖിക്കുന്നത്? അതുകൊണ്ട് തസ്മാത് യുദ്ധസ്വ, നീ നിന്റെ ധർമ്മം ചെയ്താൽ. യുദ്ധസ്വ എന്ന് പറയുന്നത് എന്താ? എല്ലാവരോടും പോയി യുദ്ധം ചെയ്യാനല്ല ഭഗവാൻ ഉപദേശിക്കുന്നത്, അർജുനന്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യാനാണ്. അർജുനനോടാണ് പറയുന്നത്. നമ്മളോടാണെങ്കിൽ എന്ത് പറയും? നമ്മളുടെ ധർമ്മം എന്താണോ അത് പറയും. നമ്മളുടെ ധർമ്മം എന്താണ്? നീ അധ്യാപനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നീ അധ്യാപനം ചെയ്യൂ. നീ ഒരു ഭിക്ഷുഗ്വരനാണെങ്കിൽ നിന്റെ ഭിക്ഷുഗ്വര വൃത്തി ചെയ്യൂ. നീ ഒരു പാചകക്കാരനാണെങ്കിൽ നീ പാചകം ചെയ്യൂ. എഴുത്തുകാരനാണെങ്കിൽ നീ എഴുതൂ. പ്രസംഗകനാണെങ്കിൽ പ്രസംഗിക്കൂ. ഇതൊക്കെ പറയാം. അത് അവരുടെ ധർമ്മം. അർജുനന്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യുക എന്നുള്ള ധർമ്മം ചെയ്യാൻ അർജുനോട് പറഞ്ഞു. അതുകൊണ്ട്
ഭഗവത്ഗീത യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് പല വേർഷനുകളുണ്ട്, വ്യാഖ്യാനങ്ങളുടെ പലതരത്തിലുള്ള ഭാഷ്യാന്തരങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഭഗവത്ഗീത ആയിരക്കണക്കിന് വർഷങ്ങളെ അതിജീവിച്ച് ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിരവധി മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങളും പരിണാമങ്ങളും ഉണ്ടാക്കിയതുകൊണ്ടാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. എന്താണ് ആത്മാവെന്നറിയാതെ നമുക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയൂ? ആത്മവിചിന്തനം ചെയ്യണം ആത്മാവിനെ അറിയാനായിട്ട്. ആത്മവിചിന്തനം ചെയ്ത ഒരു വ്യക്തിക്ക് താൻ ആത്മാവാണെന്ന ബോധ്യമുണ്ടാകുന്നു. ശരീരം തനിക്ക് താൽക്കാലികമായി കൈവന്നിട്ടുള്ള ഒരു ഉപാധി മാത്രമാണെന്ന് ആത്മജ്ഞാനി മനസ്സിലാക്കുന്നു. ആത്മജ്ഞാനിക്ക് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ നഷ്ടത്തിലോ ശരീരത്തിൻ്റെ ച്യുതിയിലോ അപക്ഷയത്തിലോ രോഗത്തിലോ ഒന്നും ദുഃഖമുണ്ടാകുന്നില്ല. ആത്മബോധ്യമാണ് ഏറ്റവും പ്രധാനം. ജീവിതം കൊണ്ട് നേടേണ്ടതാണ് ആത്മബോധ്യം ഉണ്ടാകണം. ഞാൻ ആര് എന്നുള്ള ചോദ്യം, ഈ ചോദ്യമാണ് ഒരു വ്യക്തിയെ ആധ്യാത്മികമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ചോദ്യമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ആത്മവികാസം ഉണ്ടാവുകയില്ല. ഈ ചോദ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആധ്യാത്മികത എന്തെന്ന് മനസ്സിലാവുകയില്ല. എൻ്റെ സ്വരൂപം എന്താണ്? എൻ്റെ സ്വരൂപം ശരീരമാണെന്ന് ചിന്തിച്ച സാധാരണ മനുഷ്യരായി നമ്മൾക്ക് എൻ്റെ ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ പ്രാണനോ ഒന്നുമല്ലെന്നും എൻ്റെ സ്വരൂപം ആത്മസ്വരൂപമാണെന്നും ആ ആത്മസ്വരൂപം സച്ചിദാനന്ദമാണെന്നും സച്ചിദ് ആനന്ദമാണെന്നും ആ സച്ചിദാനന്ദ ആത്മാ ആണ് ഞാനെന്നും ആ സച്ചിദാനന്ദ ആത്മാ മരണമില്ലാത്തതാണെന്നും ശരീരത്തിന് മരണമുണ്ടെന്നും അറിയണം. ശരീരം മരിക്കുമ്പോൾ ഞാൻ മരിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യം വരണം. അതുവരെ ആത്മവിചാരം ചെയ്യണം. അഷ്ടാവക്ര ഗീതയിൽ അഷ്ടാവക്ര മുനി ജനകനോട് പറയുന്നുണ്ട്, അഹം കർത്തേത്യഹം മാന മഹാകൃഷ്ണാഹിദംശിതഃ നാഹം കർത്തേതി വിശ്വാസാമൃതം പീത്വാ സുഖീ ഭവ. ഞാൻ ചെയ്യുന്നവൻ എന്ന ഭാവം, അഹം കർത്തേതി, അഹം മാന, അങ്ങനെയുള്ള അഹങ്കാരം, ഞാൻ ചെയ്യുന്നവൻ എന്നുള്ള അഹങ്കാരം എന്ന് പറഞ്ഞാൽ കർത്തൃത്വാഭിമാനം എന്നാണ് അർത്ഥം. അതൊരു മഹാകൃഷ്ണസർപ്പം കടിച്ചതിന് തുല്യമാണ്. വിഷമാണത്. നമ്മളിൽ വിഷം കുത്തിവെക്കുന്നത് എന്താ? കർത്തൃത്വഭാവമാണ്. അർജുനന് ആ കർത്തൃത്വഭാവം വളരെ ശക്തമായിട്ടുണ്ട്. അർജുനൻ സ്വധർമ്മം ചെയ്യാനായിട്ട് പ്രാപ്തി നേടണം. സ്വധർമ്മം പൂർണ്ണമാകുന്നത് കർത്തൃത്വാഭിമാനത്തിൽ നിന്ന് മുക്തമാകുമ്പോഴാണ്. കർത്തൃത്വാഭിമാനത്തിൽ നിന്ന് മുക്തമാകാൻ ആത്മബോധ്യം വളർത്തിയെടുക്കണം. ഞാൻ ആത്മാവാണെന്നുള്ള ബോധ്യം ക്രമാനുഗതമായിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കണം. അതുകൊണ്ട് നാഹം കർത്തേതി, ഞാൻ ചെയ്യുന്നവനല്ല, ഞാൻ കർത്താവല്ല, ഞാൻ കർത്തൃത്വമുള്ളവനല്ല എന്ന വിശ്വാസാമൃതം, വിശ്വാസമാകുന്ന അമൃതം. അമൃതം എന്ന വാക്കിന് മരണത്തിൽ നിന്നും മോചനം നൽകുന്നത് എന്തോ അതാണ് അമൃതം. യഥാർത്ഥത്തിൽ ജ്ഞാനം തന്നെയാണ് അമൃതം, അറിവ് തന്നെയാണ് അമൃതം. ആ അമൃതം കുടിച്ചിട്ട് സുഖീഭവ, ശാശ്വത സുഖിയായിട്ട് മാറുക, നിത്യസുഖിയായിട്ട് മാറുക, നിത്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് മാറുക. അതിൻ്റെ മലയാള തർജ്ജമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്വോനെന്ന അഹംഭാവ കൃഷ്ണസർപ്പം കടിച്ച നീ ഞാൻ ചെയ്വോനല്ലെന്ന ബോധസുധാപാനാൽ സുഖിക്കുക. അറിവിൻ്റെ സുധാചമൃതം അത് കുടിച്ചിട്ട് സുഖിക്കുക. നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ശരീരത്തിൽ മാത്രം
ഓർമ്മിച്ചിരിക്കുന്നു, ആത്മാവിനെ മറക്കുന്നു. കുറച്ചു നേരം നമ്മൾ ഈ അധ്യാത്മ പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ആത്മാവെന്ന ബോധ്യം ഉണ്ടാകും, ഓർമ്മയുണ്ടാകും. വീട്ടിൽ പോയി അത് മറക്കും. നമ്മൾ ഈ മറവിയാണ് നമ്മളുടെ ഒരു ശാപം. എന്നും നമ്മൾ മറന്നുപോകും. ഞാൻ ആരെന്ന ഭാവം, ആരെന്ന ബോധം നമുക്ക് മറന്നുപോകും. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു കാർന്നോര്, ഗ്രാമത്തിലെ കാർന്നോരാണ്. ആ കാർന്നോര് പ്രായമായി കുറച്ചൊക്കെ. ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ ബഹുകേമമായൊരു നാടകമുണ്ട് അവിടെ. ആ നാടകം കാണാനായിട്ട് ഈ കാർന്നോര് ഒരു പായ എടുത്ത് പോയി. രാത്രി സമയത്തൊക്കെ അവിടെ ആ ഉത്സവപ്പറമ്പിൽ നാടകം കാണുമ്പോൾ പായ ഇട്ട് നിലത്തിരുന്നിട്ടാണ് കാണാം. പണ്ടത്തെ കാലമാണ്, ഇപ്പോഴത്തെ അല്ല. ഇപ്പോൾ എല്ലാ AC മുറികളിലൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ആ പായ എടുത്തിട്ട് കാർന്നവർ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ നാടകം തുടങ്ങിയിട്ടില്ല. നാടകം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു, കാർന്നവരെ, നാടകം തുടങ്ങാൻ ഇനിയും സമയമെടുക്കും, അതുകൊണ്ട് കുറച്ചു നേരം അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. ആ കാർന്നവർ ആ പായും വിരിച്ച് അവിടെ കിടന്നു. എത്ര നേരം ഉറങ്ങിപ്പോയെന്ന് അറിഞ്ഞൂടാ. ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ട് കാർന്നവർ എണീക്കുന്ന നേരത്ത് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാർന്നവർ അടുത്തുനിന്ന് ആളോട് ചോദിച്ചു, നാടകം തുടങ്ങിയോന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, കാർന്നവർ നാടകം കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞു. കാർന്നവർ വല്ലാത്ത വിഷാദിയായി, വിഷമിച്ചു. നാടകം കാണാൻ വന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. എണീറ്റപ്പോൾ നാടകം കഴിയുകയും ചെയ്തു. ആ പായും ചുരുട്ടി അദ്ദേഹം കക്ഷത്ത് വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു. നമ്മളും ഇതേപോലെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് പരമഹംസർ പറയും. എന്നുവെച്ചാൽ നമ്മൾ എന്തിനാ വന്നത് ഈ ലോകത്തേക്ക്? നാടകം കാണാൻ. ഏത് നാടകം? ആത്മാവിൻ്റെ നാടകം കാണാനാണ് വന്നത്. എന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോകും. എന്തിൽ? വിഷയങ്ങളിൽ ഉറങ്ങിപ്പോകും. നമ്മൾ വിഷയങ്ങളിൽ ഉറങ്ങിപ്പോകും. നമ്മൾ മറന്നു പോകും നമ്മളെ അറിയാനായിട്ട്. എന്നിട്ട് ഒരു ദിവസം മരണം വന്ന് നമ്മൾ വിളിക്കും. ആ നേരത്ത് ആലോചിക്കും, എന്തിനും ഞാൻ വന്നത്? ആത്മസാക്ഷാത്കാരത്തിന് വന്നതാ, എന്നെ അറിയാൻ ഞാൻ വന്നതാ. പക്ഷേ അപ്പോഴേക്കും നാടകം കഴിഞ്ഞിരിക്കുന്നു, ജീവിതമാകുന്ന നാടകം കഴിഞ്ഞിരിക്കുന്നു. പായെടുത്ത് തിരിച്ചു പോകേണ്ട സമയമായി. ഇങ്ങനെയാണ് നമ്മൾ മറന്നു പോകുന്നത് ജീവിതത്തിൽ. അർജുനനും മറന്നിരിക്കുന്നു. എന്തിനാണ് വന്നത് അർജുനൻ? യുദ്ധം ചെയ്യാനാണ്. യുദ്ധം എന്താണ്? തൻ്റെ ധർമ്മമാണ്. പക്ഷെ ആ ധർമ്മം മറന്നുപോയിരിക്കുന്നു. പകരം അർജുനൻ വേറെ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നു. അത് വലിയൊരു ദുരന്തമാണ്. മനുഷ്യനുണ്ടാകുന്ന വലിയ ഒരു ദുരന്തമാണത്. ഈ വിസ്മരണം വലിയൊരു ദുരന്തമാണ്, നമുക്കുണ്ടാകാവുന്ന ഒരു ദുരന്തമാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരിക്കലും ആത്മവിസ്മരണമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സുഖമുണ്ടാകുകയുള്ളൂ. ഇപ്പോൾ 15-ാമത്തെ ശ്ലോകത്തിൽ യംഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഗന്ധീരം സ്വമൃതത്വായ കൽപ്പതേ. സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാതെ യാതൊരു മനുഷ്യനെ ഇത് അലട്ടുന്നില്ലയോ, അവനാണ് മോക്ഷത്തിന് അധികാരിയെന്ന്. ആർക്കാ മോക്ഷം കിട്ടുന്നത്? സുഖദുഃഖങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ നിൽക്കാൻ കഴിയണം. നടുനില തന്നിലിരിക്കും നെടുനാൾ ഒന്നായവന് സൗഖ്യം താൻ എന്ന് ഗുരുദേവൻ സ്വാനുഭവഗീതി എന്നൊരു കൃതിയിൽ പാടുന്നുണ്ട്, ശ്രീനാരായണ ഗുരു. നടുനില തന്നിലിരിക്കും നെടുനാൾ ഒന്നായവന് സൗഖ്യം താൻ. അവന് ഒന്നായ ബോധമുണ്ടായിരിക്കുന്നു, ഏകാത്മബോധമുണ്ടായിരിക്കുന്നു. അവന് നടുനിലയിലിരിക്കുമ്പോഴാണ് ഈ ഏകാത്മബോധം ഉണ്ടായിരിക്കുന്നത്. ആ ഏകാത്മബോധം വരുന്ന സമയത്ത് അവന് സമദുഃഖ സുഖം സമമായിട്ടിരിക്കാൻ കഴിയും. സുഖദുഃഖങ്ങൾക്കിടയിൽ സമമായിട്ടിരിക്കും. അങ്ങനെ സുഖദുഃഖങ്ങൾക്ക് നടുവിൽ സമമായിരിക്കുന്നതിൻ്റെ പേരാണ് ആനന്ദം എന്ന്.
ആനന്ദം നിത്യമാണ്, ശാശ്വതമാണ്. ആ ശാശ്വതമായ ആനന്ദത്തിന് അർഹനായവൻ ആരാ? അവന് മാത്രമേ മോക്ഷം ഉണ്ടാകുള്ളൂ. എല്ലാവർക്കും മോക്ഷമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് 1000 തവണ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടോ ആവശ്യപ്പെട്ടത് കൊണ്ടോ ഒന്നും മോക്ഷം കിട്ടില്ല. അതിന് നടുനിലയിലേക്ക് വരണം. നമ്മെ ഇന്ദ്രിയങ്ങളുടെ ലോകത്തുള്ള രാഗദ്വേഷങ്ങളുടെ ലോകത്ത് നിന്ന് നമ്മളെ വ്യാവർത്തിപ്പിച്ച് ആത്മനിഷ്ഠമാക്കണം, ആത്മാവിൽ ഉറപ്പിക്കണം. ആത്മാവിൻ ഉറച്ചിരിക്കുന്നതിൻ്റെ പേരാണ് നടുനില എന്ന്, സമനില എന്ന്. ഈ സമനിലയിൽ ഇരിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് ശാശ്വത സുഖം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് മരണവുമില്ല. കാരണം എന്താ? അവർ ശരീരത്തിലല്ല ഇരിക്കുന്ന, ആത്മാവിലാണ്. അപ്പോൾ അവർ ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അവൻ കരുതുന്നെന്താ? ആത്മാവ് ജനിക്കുന്നില്ല. ന ജായത്തെ, ആത്മാവ് മരണപ്പെടുന്നുമില്ല. ന മ്രിയത്തെ, കഥാചിത് ഒരിക്കലും ജനിച്ചിട്ട് മരിക്കുന്നുമില്ല, മരിച്ചിട്ട് ജനിക്കുന്നില്ല. പുനരാവൃത്തി ഇല്ലാത്ത അവസ്ഥയിലാണ്. ആ ആത്മാവ് അചഹ, ജനിക്കാത്തതാണ്. നിത്യഹ, എന്നുമുള്ളതാണ്. ശാശ്വത, മരണമില്ലാത്തതാണ്. പുരാണ, പഴയതിൽ പഴയതാണ്. ആ ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. ന ഹന്യതേ, ആ ആത്മാവിനാൽ ആരും കൊല്ലപ്പെടുകയുമില്ല. അങ്ങനെ ഒരു അറിവ് ഭഗവത്ഗീത പഠിക്കുന്ന വ്യക്തികളിലേക്ക് വരുമ്പോൾ അവൻ്റെ കർമ്മങ്ങൾ അവനിൽ നിന്നിങ്ങനെ ചങ്ങലക്കെട്ടുകൾ പൊട്ടും. കർത്തൃത്വഭാവത്തിൽ നിന്ന് പൊട്ടിയിട്ട് ആത്മനിഷ്ഠമാകും. ആ കർമ്മങ്ങൾ പിന്നെ ആര് ചെയ്യുന്നു എന്ന് ചോദിക്കും. കർമ്മങ്ങളെല്ലാം പ്രകൃതിയാണ് ചെയ്യുന്നത്. പ്രകൃതി എന്താണെന്നൊക്കെ ഇനി ഭഗവത്ഗീത മുന്നോട്ടും മനസ്സിലാവും. പ്രകൃതി എന്താ? നമ്മളുടെ കർമ്മങ്ങൾ മുഴുവനും പ്രകൃതിയിലാണ് നടക്കുന്നത്. പ്രകൃതിയുടെ കർമ്മങ്ങളാണ്. പ്രകൃതിയുടെ കർമ്മങ്ങളെ നമ്മൾ നമ്മുടെ കർമ്മമായിട്ട് അവകാശപ്പെടുന്നതാണ്. വലിയൊരു ദോഷമാണത്. പ്രകൃതി എന്ന വാക്കിന് അർത്ഥം തന്നെ പ്രകർഷേണ കരോതി ഇതി പ്രകൃതി എന്നാണ്. കർമ്മങ്ങളെ വേണ്ട വിധം നിർവഹിക്കുന്നതെന്തോ അതിൻ്റെ പേരാണ് പ്രകൃതി. ആ പ്രകൃതി ത്രിഗുണാത്മികയാണ്. സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണ്. ആ പ്രകൃതിയിൽ നടക്കുന്ന കർമ്മങ്ങൾ, ആ പ്രകൃതി നമ്മളിലുണ്ടോ? ആ പ്രകൃതി എന്ന് വെച്ചാൽ ഈ ഭൗതിക ശരീരം ആ പ്രകൃതിയാണ്, മനസ്സും ആ പ്രകൃതിയാണ്. അപ്പോൾ മനോജന്യമായതും ശരീരജന്യമായതുമായ എല്ലാ കർമ്മങ്ങളും പ്രകൃതിയാണ്. ആത്മാവ് പ്രകൃതിക്ക് അധീനമല്ല, പ്രകൃതിക്ക് അതീതമാണ്. പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന ആത്മാവിന് അതുകൊണ്ട് മരണമില്ല. പ്രകൃതിയിലുള്ളതെല്ലാം മാറ്റമുള്ളതാണ്, പരിണാമിയാണ്. അതുകൊണ്ട് പ്രകൃതിയായിരിക്കുന്ന ശരീരത്തെ, പ്രകൃതിയായിരിക്കുന്ന മനസ്സിനെ ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൗഢ്യം എന്ന് പറയുന്നത്. ഈ തെറ്റിദ്ധാരണയുടെ ലോകത്താണ് നമ്മൾ ദീർഘകാലം ജീവിക്കുന്നത്, സമൂഹം ജീവിക്കുന്നത്. മനുഷ്യരാശി മുഴുവനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അതിൽ കുറച്ച് ആളുകളാണ് അതിൽ നിന്നും വ്യതിചലിച്ചിട്ട് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ. ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളതിൽ നിന്ന് മാറി ചിന്തിക്കും. എല്ലാവരും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും മോക്ഷം വേണമെന്ന് അവകാശപ്പെട്ടൊരു കാര്യമില്ല. കാരണം മോക്ഷം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെങ്കിലും എല്ലാവർക്കും അർഹതയുള്ളതല്ല. അത് അവകാശമുണ്ട് എല്ലാവർക്കും മോക്ഷത്തിന്. സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും അവകാശമുണ്ട്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ മോക്ഷ അവകാശമുണ്ട്. അവർക്കൊക്കെ അവകാശപ്പെട്ടതാണത്. പക്ഷേ ആര് ഇതിന് അർഹത നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അർഹതയിൽ സ്വപ്രയത്നത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ പ്രയത്നം കൊണ്ട് മാത്രം അത് കിട്ടുകയില്ല.
പ്രയത്നം വ്യക്തിയുടെ ആന്തരിക സംശുദ്ധീകരണത്തിന് ആവശ്യമാണ്. സാധനകൾ ചെയ്യണം. സാധനകൾ ചെയ്യുന്നതിലൂടെ വ്യക്തി അന്ധഃകരണ ശുദ്ധിയുള്ളവനായിട്ട് തീരുന്നു. പക്ഷേ അന്ധഃകരണ ശുദ്ധി കൊണ്ട് മാത്രം ഒരാൾക്ക് മോക്ഷം കിട്ടില്ല. മോക്ഷത്തിന് വേറെയും ഉപായങ്ങളുണ്ട്. മഹാത്മാക്കളുടെ സവിധത്തിലിരുന്ന് അവർ പറയുന്നത് ശ്രുതികൾ കേൾക്കണം. ശ്രുതി എന്ന വാക്കിന് അർത്ഥം ശ്രവണം ചെയ്യണം. നമ്മൾ തത്വശ്രവണം ചെയ്യണം. ശ്രവണം ചെയ്തത് മനനം ചെയ്യണം. മനനം ചെയ്ത് ധ്യാനിക്കണം. ധ്യാനിച്ച് സ്വാനുഭൂതി എത്തുന്നത് വരെ ധ്യാനിക്കണം. സ്വാനുഭൂതിയുടെ തലത്തിലെത്തുമ്പോൾ ഗുരുവിൻ്റെ കൃപ കൊണ്ടാണ് അഹങ്കാരത്തിൻ്റെ വള്ളി പൊട്ടുന്നത്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ. ഹൃദയഗ്രന്ഥിയാകുന്ന അഹങ്കാരഗ്രന്ഥി പൊട്ടും. എന്നിട്ട് സർവസംശയങ്ങളും ഇല്ലാതാകും. ഞാൻ ആരെന്നുള്ള ചോദ്യം തന്നെ ഇല്ലാതാകും. അതാണ് ആത്മസാക്ഷാത്കാരം. ചോദ്യമേ ഇല്ല. കാരണം എന്താ? അറിയേണ്ടതിനെ അറിഞ്ഞാൽ ചോദ്യങ്ങൾ ഉണ്ടാകില്ല. വെളിച്ചത്തിൽ ജീവിക്കുന്നവന് ഇരുട്ടിനെ കുറിച്ചൊരു അറിവുമില്ല. ഇരുട്ടൊരു ചോദ്യമാണ്. അപ്പം ശരീരം നാശമുള്ളതാണ്, മനസ്സ് നാശമുള്ളതാണ്. ഇത് രണ്ടും പ്രകൃതിയുടേതാണ്. പ്രകൃതിയാണ് രണ്ടിലും പ്രവർത്തിക്കുന്നത്. പ്രകൃതി എന്നത് വ്യക്തിഗതത്വം അതിലില്ല. എൻ്റെ പ്രകൃതി എന്ന് പറയാൻ പറ്റില്ല. കാറ്റ് വീശുന്നു, മഴ പെയ്യുന്നു, ഇതൊക്കെ ആകെ പ്രകൃതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്നിലെ പ്രാണനും രക്തവും ഒക്കെ ഇങ്ങനെ പ്രകൃതിയുടെ ഭാഗമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ചലനങ്ങളും പ്രകൃതിയുടേതാണ്. അത് ഞാൻ അവകാശപ്പെടാൻ പാടില്ല. അതിന് വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സ്വതന്ത്രനാകാൻ കഴിയുള്ളൂ. മനുഷ്യജീവിതം സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ളതാണ്. അതിനുള്ളൊരിടമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേന ത്വം ശോചിതുമർഹസി. അതുകൊണ്ട് നീ അപരിഹാര്യമായതിൽ ശോചിക്കേണ്ട ആവശ്യമില്ല. ഈ ശരീരത്തെ നീ നോക്കൂ. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രം. ജീർണാനി വാസാംസി, ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പുതിയ വസ്ത്രം നമ്മൾ എടുക്കാറില്ലേ? നവാനി ഗൃഹാതി നരോ അപരാണി. പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കും ജീർണിച്ച വസ്ത്രങ്ങൾ കളഞ്ഞിട്ട്. ആത്മാവ് ഉപയോഗശൂന്യമായ ദേഹങ്ങളെ വിട്ട് കർമ്മഫലത്തെ അനുഭവിക്കാനായിട്ട് പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നത് ഈ ജീർണവസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട്. വ്യക്തികൾ ജീർണവസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്ന പോലെയാണ്. ശരീരം കർമ്മങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കർമ്മങ്ങൾ എങ്ങനെ വന്നിരിക്കുന്നു? പ്രാരബ്ധഗത്യ വന്നിരിക്കുന്നു. പ്രാരബ്ധമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ശരീരം എന്ന് പറയുന്നത്. ആ പ്രാരബ്ധ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ ഈ ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു, ശരീരം ജീർണിച്ചു. പക്ഷെ അവൻ ജ്ഞാനിയാകുന്നില്ല. അജ്ഞാനിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവന് ആഗ്രഹങ്ങളുണ്ട്, അപ്പോൾ ഫലകാംക്ഷയുണ്ട് അവന്. ആ ആഗ്രഹങ്ങൾ പുതിയ കർമ്മങ്ങളെ സൃഷ്ടിക്കും. അത് പഴയ കർമ്മങ്ങളുടെ ആ സ്റ്റോറേജിലേക്ക് പോകും. സഞ്ചിതം എന്ന രൂപത്തിൽ അവനിൽ തന്നെ പഴയ കർമ്മങ്ങൾ ഒരുപാടിരിക്കുന്നുണ്ട്. ജ്ഞാനം വരുവോളം ഈ സഞ്ചിത കർമ്മങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആഗാമി കർമ്മങ്ങൾ എന്ന രൂപത്തിൽ പുതിയ കർമ്മങ്ങൾ ഈ സഞ്ചിത കർമ്മങ്ങളിൽ വന്ന് വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ
ഒരു ചാക്രിക ഗതിയിൽ, ചക്രം പോലെയാണ്. അതുകൊണ്ടാണ് സംസാരം എന്ന് പറയുന്നത്. സംസരിക്കുന്നത്, നിരന്തരം ഗമിച്ചു കൊണ്ടിരിക്കുന്നതാണ് സംസാരം എന്ന് പറയുന്നത്. മരണം കഴിഞ്ഞാൽ ജനനം, ജനനം കഴിഞ്ഞാൽ മരണം, ഇങ്ങനെ ചക്രം പോലെ അത് പ്രവർത്തിക്കുന്നു. പുനരഭി മരണം, പുനരഭി ജനനം, പുനരഭി ജഠരേ ജനനീ ജഠരേ ശയനം. ജനനിയുടെ ജഠരത്തിലേക്ക് വീണ്ടും പോകുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. ഇത് ചക്രം പോലെയാണ്. അത് ഈ കർമ്മത്തിന് അന്ത്യം വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ ജ്ഞാനം വരുമ്പോഴാണ് അന്ത്യം ഉണ്ടാകുള്ളൂ. അത് വരെ ജനന മരണങ്ങളുടെ ഈ ചക്രം ഒരു തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാനാണ് നമ്മൾ ജ്ഞാനം ആർജിക്കേണ്ടത്. ആത്മസാക്ഷാത്കാരം, ആത്മബോധ്യം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് ശരീരത്തിന് നാശമുണ്ട്. ശരീരം പോയാൽ പുതിയ ശരീരം വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് അർജുനൻ വ്യസനിക്കണ്ട എന്നാണ് പറയുന്നത്. ഒരു ശരീരം പോയാൽ പുതിയ ശരീരം ഉണ്ടാകും, അതിനെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കേണ്ടതില്ല. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ ദേഹിക്ക് ഇങ്ങനെ കുപ്പായം മാറുന്നത് പോലെ ശരീരങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ശരീരങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. എത്ര ശരീരങ്ങൾ മാറിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര ജീർണിച്ച ശരീരങ്ങൾ കടന്നിട്ടാണ് നമ്മൾ ഇവിടെ വന്നു നിൽക്കുന്നത്. ആ ശരീരങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ എന്തൊക്കെയോ ചെറിയ പുണ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഭഗവത്ഗീത പോലെയുള്ള കൃതിയൊക്കെ പഠിക്കാനൊരു അനുഗ്രഹം കിട്ടുന്നതന്നെ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജീവിയെ കൊന്ന് അതിൻ്റെ ഇറച്ചി കടിച്ച് വലിച്ച് ജീവിക്കുന്ന സമയമൊക്കെ ആയിരിക്കും ഇപ്പോൾ. മനുഷ്യൻ മൃഗീയമായിട്ടുള്ള വാസനകളായിരിക്കും നമ്മൾ പ്രബലമായിട്ടിരിക്കുക. പക്ഷേ നമ്മൾക്ക് മഹാത്മാക്കളുടെ ഈ വാക്കുകളൊക്കെ മനസ്സിൽ നൈർമല്യം ഉണ്ടാക്കി തരുന്നത് നമ്മളിൽ എവിടെയോ ചെയ്ത നന്മയുടെ പുണ്യത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ സ്ക്രിപ്ചറുകൾ ശ്രവിക്കാനായിട്ട് തോന്നുന്നത്. ഭഗവത്ഗീത പോലുള്ള അധ്യാത്മശാസ്ത്രങ്ങൾ ഗ്രഹിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആത്മസാക്ഷാത്കാരം ഉണ്ടായോ? നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോഴും നമുക്ക് ദുഃഖമുണ്ട്, വിഷമമുണ്ട്, വ്യസനമുണ്ട്. മനുഷ്യജീവിതം വേണ്ടവണ്ണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കെന്നും വ്യർത്ഥതാബോധം ഉണ്ടാകുള്ളൂ. എന്നും പശ്ചാത്താപം ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും, അതൃപ്തി ഉണ്ടാകും. നിരന്തരമായിട്ട് അതൃപ്തിയാണ് നമുക്ക്, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ടുള്ളതാണ് ആധുനിക കാലത്തെ സ്ട്രെസ്, സ്ട്രെയിനൊക്കെ പോലെയുള്ളത്. സംഘർഷം, അന്തർസംഘർഷം ഉണ്ടാകും നമുക്ക്. ഇതൊക്കെ മാറണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ശാന്തമായിരുന്ന് എൻ്റെ സ്വരൂപം എന്തെന്ന് തിരയുക, ഉള്ളിലേക്ക് നോക്കണം, ഉള്ളിലേക്ക് നോക്കാൻ കഴിയണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അകത്തേക്ക് നോക്കി എൻ്റെ സ്വരൂപത്തെ അറിയണം. തഥാ ദൃഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. അപ്പോൾ ദ്രഷ്ടാവ് സ്വരൂപത്തിൽ അവസ്ഥിതനായിട്ട് തീരുന്നു എന്ന് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ചിത്തവൃത്തികൾ ഒടുങ്ങുന്നത്, മനോവൃത്തികൾ ഒടുങ്ങുന്നത്, ആ സമയത്ത് ആ വ്യക്തി അവൻ്റെ സ്വരൂപത്തിൽ, ആത്മസ്വരൂപത്തിൽ പ്രതിഷ്ഠിതനായിട്ട് തീരുന്നു, അവസ്ഥിതനായിട്ട് തീരുന്നു. ആ സ്വരൂപത്തിലുള്ള അവസ്ഥിതി നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും അലയുന്നത്. ഈ അലച്ചിൽ നിൽക്കുന്നില്ല, നമുക്ക് നിരന്തരമായി അലഞ്ഞുകൊണ്ടിരിക്കുക, പല പല വിഷയങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തൃപ്തിയാകുമോ? തൃപ്തിയാകില്ല. ശ്രീനാരായണ ഗുരു പറയും ആത്മോപദേശ ശതകത്തിൽ, ഒളി മുതലാം പഴം 5 മുണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 അരിഞ്ഞ് കീഴ്മരിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. ഒളി മുതലാം പഴം 5 ഉണ്ട് നാറും.
ഒളി മുതലാം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ, പ്രകാശം, ഒളി എന്ന് പറഞ്ഞ പ്രകാശം, ശബ്ദം, ഒലി എന്ന് പറഞ്ഞ ശബ്ദമാണ്, ഒളി എന്ന് പറഞ്ഞ പ്രകാശം, ഒലി എന്ന് പറഞ്ഞ ശബ്ദം, ജലം, വെള്ളം, പൃഥിവി, അതുപോലെ വായു, ആകാശം, ഈ 5 ഭൂതങ്ങൾ. ഈ 5 ഭൂതങ്ങളെ പഴങ്ങളായിട്ടാണ് കരുതുന്നത്. ഈ പദ്യത്തിലെ ഉപമ എന്ന് പറയുന്നത് 5 ഭൂതങ്ങൾക്ക് 5 വിഷയങ്ങളായിട്ടാണ് വേദാന്ത ശാസ്ത്രം കരുതുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അപ്പം ശബ്ദപ്പഴം, രസപ്പഴം, രൂപപ്പഴം, ഗന്ധപ്പഴം ഒക്കെ ഒരു പഴങ്ങളാണ്. ഈ പഴങ്ങൾ കൊത്തി തിന്നുന്നൊരു കിളിയെ നിങ്ങൾ നോക്കിയാൽ മതി. ആ കിളിയാണ് ജീവൻ. ജീവനാകുന്ന കിളി ഈ പഴങ്ങൾ കൊത്തി തിന്നുകൊണ്ടിരിക്കുക എന്നേരം. ഒളി മുതലാം പഴം 5 ഉണ്ട് നാറുന്ന ലികയിലേറി. ശരീരമാകുന്ന നളിക, ഒരു കുഴൽ പോലത്തതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതിൽ ഈ ജീവനാകുന്ന കിളി പഴങ്ങൾ തിന്ന ആസ്വദിക്കുകയാണ്. ഈ പഴങ്ങൾ, ഏതെങ്കിലും പഴം ഈ കിളിയെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? തൃപ്തിപ്പെടുത്തുന്നില്ല. ഒരു പഴത്തിൽ ഈ കിളി പോയിട്ട് കൊത്തും, കുറച്ച് തിന്നും, എന്നിട്ട് അത് കളയും. അടുത്ത പഴത്തിലേക്ക്, അടുത്ത കൊമ്പിലേക്ക് ചാടി അടുത്ത പഴം കൊത്തി തിന്നും. ഒരു പഴത്തിലും ഈ കിളിക്ക് തൃപ്തി വരുന്നില്ല. അങ്ങനെ തൃപ്തിയില്ലാതെ പല പല ശാഖകളിൽ ചാഞ്ചാടി ഇങ്ങനെ നടക്കുന്ന ഒരു കിളി, പല പല വിഷയങ്ങളിൽ, പല പല പഴങ്ങളിൽ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് കൊത്തിത്തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കിളിയോട് ഉപമിച്ചിരിക്കുകയാണ് ഗുരുദേവൻ. അതുപോലെയാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ ബാഹ്യലോകത്ത് പല പല സുഖങ്ങൾ തേടി അവൻ അലയുകയാണ്, വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. ഒരർത്ഥത്തിൽ മരുഭൂമിയിൽ വെള്ളം കുടിക്കാനായിട്ട് മാൻകുട്ടികൾ അകലെ ജലപ്രതീതി കണ്ടിട്ട്, മരീചിക എന്ന് പറയും, ആ ജലപ്രതീതി കണ്ടിട്ട് അത് ഓടിയെത്തും അങ്ങോട്ട്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് ഈ ജലപ്രതീതി അകന്നകന്നു പോകും. കാരണം എന്താ? അതൊരു പ്രതീതി മാത്രമാണ്, അവിടെ ജലമില്ല. അങ്ങനെ ആ മരുഭൂമിയിൽ അതിങ്ങ് ഓടി തളരും. അതുകൊണ്ട് മരുഭൂമിയിൽ കാണുന്ന മരീചികയ്ക്ക് മൃഗതൃഷ്ണിക എന്നൊരു പേര് വന്നു. മൃഗം എന്ന വാക്കിന് സംസ്കൃതത്തിൽ മാൻ എന്നാണ് അർത്ഥം. ഈ മൃഗതൃഷ്ണിക എന്ന പേര് ഈ മരീചിക, മിറാഷ് എന്ന് പറയുന്ന ഈ മരീചികയ്ക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കലും ദാഹം മാറില്ല. ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റാത്തതാണ് മരീചിക എന്ന് പറയുന്നത്. നമുക്ക് ദാഹം തീരണം. നമ്മുടെ ദാഹം തീർന്നിട്ടുണ്ടോ? എത്ര കാലമായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു? എത്ര പഴങ്ങൾ നമ്മൾ കഴിച്ചിരിക്കുന്നു. ശബ്ദപ്പഴം, രൂപപ്പഴം, ഗന്ധപ്പഴം, സ്പർശപ്പഴം ഒക്കെ നമ്മൾ കഴിച്ചിരിക്കുന്നു. ഒന്നും നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഒന്നിലും നമ്മൾ തൃപ്തരായിട്ടില്ല. വീണ്ടും കൊത്തിയ പഴം തന്നെ വീണ്ടും കൊത്തും, പുതിയതുണ്ടെങ്കിൽ അതും കൊത്തും. ഇങ്ങനെ കൊത്തി ജീവിക്കുന്ന ഒരു കിളി. ഒളി മുതലാം പഴം 5 ഉണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 മരിഞ്ഞ് കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. ഈ പഴം ഉണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന കിളികളെ അരിഞ്ഞു കീഴ്മറിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകമാകുന്ന വെളിച്ചം കൊണ്ട് ആ ഇന്ദ്രിയദാഹത്തെ ഛേദിക്കണം. കിളികളെ ഛേദിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയദാഹത്തെ ഛേദിക്കണം. എന്നിട്ട് അന്തർമുഖമായിട്ട് തിരിയണം. നിങ്ങൾ അന്വേഷിക്കുന്നത് പുറം ലോകത്തെ പഴങ്ങളല്ല, അകത്ത് ഒരു പഴമുണ്ട്, ജ്ഞാനപ്പഴം. ആ പഴം കഴിക്കണം, അകത്തെ പഴം കഴിക്കണം. അങ്ങനെ അരിഞ്ഞ് കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം, അകം പ്രകാശിക്കണം. അങ്ങനെ ഇത് ഗുരു പറയുന്നതും ഭഗവത്ഗീത പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമൊന്നുമല്ല. ഭഗവത്ഗീതയിൽ വേറെ ഒന്നാണ് സിദ്ധാന്തമെന്നും ഗുരുവിൻ്റെ ദർശനത്തിൽ വേറൊന്നാണ് സിദ്ധാന്തമെന്നൊക്കെ ആളുകൾ അതൊക്കെ പറയും. അവിവേകികൾ
ഇതൊക്കെ പല രീതിയിലും പറയും. പക്ഷേ തത്വത്തിൽ ഒന്ന് തന്നെയാണ്. തത്വത്തിൽ ഒന്ന് തന്നെയാണ്, അദ്വൈതമാണ് തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത പഠിച്ചു വരുമ്പോൾ ആത്മനിഷ്ഠത നല്ലവണ്ണം ബോധ്യമാകും. ആത്മാനുഭവം ഇങ്ങനെ വന്നുകൊടുക്കും. ആത്മാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, സർവത്തിലും നമ്മൾ ആനന്ദം കാണാൻ തുടങ്ങും. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ടത്, ആത്മാനുഭവിയായിട്ട് ആളുടെ അനുഭവം പറയുന്നുണ്ട്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചന്യഃ ആശ്ചര്യവച്ഛൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ഒരാള് ഈ ആത്മാവിനെ ആശ്ചര്യമായിട്ട് കരുതുന്നു, ആശ്ചര്യമായിട്ട് കാണുന്നു. പശ്യതി എന്ന് പറഞ്ഞാൽ കാണുന്നു. വേറൊരാള് ആശ്ചര്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഒരാള് ആശ്ചര്യമായിട്ട് അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ശൃണോതി, കേട്ടാലും കണ്ടാലും പറഞ്ഞാലും ഈ ആശ്ചര്യം അങ്ങ് അവസാനിക്കുന്നില്ല. ആത്മാവിനെ അറിയുമ്പോഴുള്ള ആശ്ചര്യം, ആത്മജ്ഞാനത്തിൻ്റെ ആശ്ചര്യം. ആത്മാവ് ഒരു ആശ്ചര്യമാണ്. മഹാത്മാക്കളുടെ ജീവിതം അങ്ങനെയല്ലേ. അവരെത്ര കണ്ടാലും നമുക്ക് കൊതി തീരില്ല. കാരണം അവരനുഭവിക്കുന്ന ആനന്ദം എവിടെ നിന്നാണ്? അവർ ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കുന്നവരാണ്. നമ്മൾ ടാങ്കിൽ വെള്ളം ശേഖരിച്ച് പൈപ്പിട്ട് കുടിക്കുന്നവരാണ് നമ്മൾ. അവർ ജലം എവിടെ നിന്നാ ഉറവയിൽ നിന്ന് വരുന്ന ഉറവയിൽ നിന്ന് നേരിട്ട് കുടിക്കുന്നവരാണ്. നമ്മളത് ശേഖരിച്ച് കുടിക്കുന്നവരാണ്. വ്യത്യസ്തം ഉണ്ട് നമുക്ക്. അപ്പം നമ്മളുടെ ആനന്ദം വളരെ പരിമിതമാണ്. എന്നാൽ ജ്ഞാനികളുടെ ആനന്ദം അപരിമിതമാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ഒരു ആശ്ചര്യമാണ്. അവർ ആനന്ദികളാണ്. അവർ നിരതിശയ സുഖത്തെ അനുഭവിക്കുന്നവരാണ്. അവരുടെ ജീവിതം ലോകത്തിന് മുഴുവൻ പ്രചോദനമാണ്. ഏതൊരു മഹാത്മാവിനെ നോക്കിക്കോളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം പൊടുന്നനെ ഒരു ഭാവസമാധിയിലേക്ക് പോയി നൃത്തം ചെയ്യുന്നത് കാണാം. രമണ മഹർഷിയെ നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹം മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ആണ്ടിരിക്കുന്നത് കാണാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ സവിധത്തിലിരുന്ന നടരാജ ഗുരു പറയും, ഗുരു ദീർഘനേരം മൗനത്തിലിരിക്കും. എന്നിട്ട് കിണറിൻ്റെ ആഴത്തിൽ നിന്നൊരു കുമിള ഉയർന്ന് അതിൻ്റെ പ്രതലത്തിൽ വന്ന് പൊട്ടുന്നത് പോലെ ഒരു വാക്ക് ചിലവ് പറയും. ആ വാക്കിൽ ജ്ഞാനത്തിൻ്റെ മുത്തുകൾ നിറച്ചു വച്ചിരിക്കും. അതാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. അപ്പം ജീവിതം നമുക്ക് എത്ര അനുഗ്രഹീതമാണ് എല്ലാവർക്കും. പക്ഷെ നമ്മളാരും അത് മനസ്സിലാക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരും അവരവരുടെ നിത്യജീവിതത്തിൻ്റെ പങ്കപ്പാടിലാണ്. ചിലർ ലൊക്കേഷനുള്ളവരാണ്. ലോകത്തൊക്കെ ആരെങ്കിലുമൊക്കെ ആയിത്തീരണം, ലോകത്തിൽ അംഗീകാരം വേണം, ഏതെങ്കിലും പദവികളിരിക്കണം, അധികാരം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെ ജീവിതം എന്തിനൊക്കെ വേണ്ടി പരക്കം പാഞ്ഞ് വ്യർത്ഥമാക്കി കളയുന്ന ഈ ലോകത്ത് ഭഗവത്ഗീതയിൽ പറയുന്നു, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ഈ ആത്മാവിനെ നോക്കൂ, എന്തൊരു അത്ഭുതം. ഈ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തൊരു അത്ഭുതം, കേൾക്കുമ്പോൾ എന്ത് അത്ഭുതം. ഈ അത്ഭുതത്തിന് എന്തെങ്കിലും അറുതിയുണ്ടോ? അറുതിയില്ലാത്തൊരു അത്ഭുതമാണ് ആത്മാനുഭവം എന്ന് മഹാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് വലിയ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് ശ്രദ്ധയും വിശ്വാസവും വന്നിരിക്കുന്നു. അത് പഠിക്കണം, പഠിച്ച് ജീവിതത്തെ ധന്യമാക്കണം. ഈ ഭൂമുഖത്ത് വന്ന് ജനിച്ചതിനൊരർത്ഥം വേണ്ടേ? ഒരർത്ഥവുമില്ലാതെ എങ്ങനെ മൃഗസമാനമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്? അതിന് ഒരു അർത്ഥമുണ്ടാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീത ചെയ്യുന്നത്. അർജുനൻ്റെ ജീവിതത്തിൽ അർത്ഥമില്ലാതായിരിക്കുന്നു. അർജുനൻ കരുതുന്നു ജീവിതം വ്യർത്ഥമാണെന്ന്. ആ വ്യർത്ഥതാബോധം മാറ്റുന്നുണ്ട്. അർജുനൻ്റെ വ്യർത്ഥതാബോധം മാറാനായിട്ട് 18 അധ്യായങ്ങൾ പറയേണ്ടി വന്നു ഭഗവാന്. 700 ശ്ലോകങ്ങളാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷം അർജുനന് വളരെ സംതൃപ്തി ഉണ്ടായി.
നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ തത്പ്രസാദാത്മയ അച്യുത. എൻ്റെ മോഹം പോയിരിക്കുന്നു, എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്മൃതി, ആത്മസ്മൃതി കിട്ടിയിരിക്കുന്നു. തത്പ്രസാദാത്, നിന്റെ പ്രസാദം കൊണ്ട്, ഭഗവാനെ നിന്റെ പ്രസാദം കൊണ്ട് എനിക്ക് ആത്മസ്മൃതി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്തെന്ന് ഉള്ളത് നിശ്ചയമായിട്ട് വന്നിരിക്കുന്നു. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത്പ്രസാദാത്മയ അച്യുത. സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യ വചനം തവ. എൻ്റെ സന്ദേഹങ്ങളെല്ലാം പോയിരിക്കണം. അവസാനം പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, നമ്മളും ഇതുപോലെ സന്ദേഹരഹിതരായിട്ട് തീരണം. ജീവിതത്തിൽ ഒരു സന്ദേഹവും പാടില്ല. എന്താ സന്ദേഹം എന്ന് പറയുന്നത്? അജ്ഞാനമാണ് സന്ദേഹം. ഞാൻ ആരെന്നുള്ള ബോധ്യം ഇല്ലാത്തവർക്കാണ് സന്ദേഹം. ആ സന്ദേഹം പോയാൽ തന്നെ സുഖമായി. പിന്നെ അതിന് നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. സന്ദേഹം പോകാനായിട്ട് പോകാനായിട്ട് അറിവ് മാത്രം മതി. ജ്ഞാനം വേണം, കൃപ വേണം. സന്ദേഹം പോയാൽ നമുക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമുക്ക് ധന്യതയാണ്, തൃപ്തിയാണ്. അവിടെ ഒന്നും ഒരിടത്ത് പോയിട്ട് തേടി കണ്ടുപിടിച്ച് ഇനി ജീവിതം പൂർണ്ണമാക്കേണ്ട ആവശ്യമില്ല. ഇരിക്കുന്നിടത്ത് പൂർണ്ണമാണ്. ആ ഇരിക്കുന്നിടത്ത് പൂർണ്ണത വരണം. എവിടെയാണ് ഇരിക്കുന്നത് അവിടെ പൂർണ്ണമാകണം. അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അതിനുള്ള ഒരു വലിയ അനുഗ്രഹം ഭഗവത്ഗീത പഠനത്തിലൂടെ ലഭിക്കട്ടെ. ഭഗവാന്റെ കൃപ എപ്പോഴും ഉണ്ടാകട്ടെ.